രൂപ വർഷത്തിൽ ലഭിക്കുന്ന ഈ ക്ഷേമ പദ്ധതി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ വലിയൊരു മാറ്റമുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ശുഭപ്രതീക്ഷ. 15 ഗഡുക്കളിലൂടെ 30,000 കിട്ടിയവർക്ക് 16ാമത്തെ ഗഡു വിതരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകും. അതിനെ സംബന്ധിച്ച തീയതിയൊന്നും തന്നെ കേന്ദ്ര സർക്കാർ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. കിസാൻ സമ്മാൻ നിധിയിൽ ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുള്ള കർഷകരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ നിങ്ങളുടെ സ്റ്റാറ്റസ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ പോയി പരിശോധിക്കുകയും അതിലെന്താണ് തെറ്റ് എന്ന് കണ്ടുപിടിച്ച് അത് തിരുത്തി കൊടുക്കുകയും ചെയ്താൽ മാത്രമേ മുടക്കമുള്ള തുകയോടുകൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തുകയുള്ളൂ. ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി ഒരു പെൻഷൻ പദ്ധതി, അതായത് മാസം തോറും 5,000 രൂപ വീതം നൽകുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പ്രാബല്യത്തിൽ വരുന്നതിന് വേണ്ടി കർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചിട്ടുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 20 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് ഇത് സഹായമാകും. എന്നാൽ ഇതിൽ 15 ലക്ഷത്തോളം പേർ മാത്രമേ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ ഒന്നും അംഗത്വമില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും ഈ ക്ഷേമനിധി ബോർഡിലേക്ക് അംഗത്വം എടുക്കുകയും അംശാദായം അടയ്ക്കുകയും ചെയ്യാം. 60 വയസ്സ് കഴിഞ്ഞാൽ 5,000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ പെൻഷൻ ലഭിക്കുക. കൂടാതെ പെൺമക്കളുള്ള വീടുകളിൽ ധനസഹായം, ഉന്നത വിദ്യാഭ്യാസ സഹായം, അവശത അനുഭവിക്കുന്ന കർഷകർക്ക് അവശത പെൻഷൻ എന്നീ ആനുകൂല്യവും വരുന്നു. അവശത അനുഭവിക്കുന്ന കർഷകർക്ക് സഹായം നൽകുന്ന രീതിയിലാണ് ഈ കർഷക ക്ഷേമനിധി ബോർഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് 5 സെന്റാണ്. ഇനി 15 സെന്റ് സ്ഥലം വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. കൂടാതെ പശു, കോഴി, ആട്, താറാവ് തുടങ്ങിയ വിവിധ മൃഗങ്ങളെ പരിപാലിക്കുന്നവരും ചെടികൾ വിറ്റ് ഉപജീവനം നടത്തുന്നവരും ഇങ്ങനെയുള്ളവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഇങ്ങനെയുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് 100 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യാനും കഴിയും. ഇത് പങ്കാളിത്ത പെൻഷനാണ്. മാക്സിമം 250 രൂപ വരെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ 250 രൂപയുടെ കൂടെ സംസ്ഥാന സർക്കാർ 250 രൂപ കൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. പിന്നീട് അത് നമുക്ക് ആനുകൂല്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. 18 വയസ്സ് മുതൽ ഈ പദ്ധതിയിലേക്ക് ചേരാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. എത്രയും വേഗം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുക. ഇതിൻ്റെ വിശദ വിവരങ്ങൾ കൃഷിഭവനിലും അക്ഷയ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. മറക്കാതെ തന്നെ എല്ലാവരും അപേക്ഷ വയ്ക്കുക.